ഹായ് ഫ്രണ്ട്സ്, ജാസ ചാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിത് നാടൻ, ഞാനിപ്പോ ഒന്ന് കട്ട് ചെയ്താണ് ഇങ്ങനെ വരുന്നതാണ്. നാടൻ പപ്പങ്ങയാണ് കിട്ടിയിരിക്കുന്നത്, പപ്പായ അല്ലെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അജിത ആന്റി തന്നതാണ്, തറവാട്ടിലെ ആന്റി തന്നതാണ്, അപ്പച്ചന്റെ അനിയന്റെ ഭാര്യ. അവിടെ ഉണ്ടായതാണിത്. സ്വന്തം അപ്പൊ നാടനാണേ. നമുക്കിത് രണ്ടാക്കാം. പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നോക്കിക്കേ, അടിപൊളി. ഒരു കീടനാശിനി ഒന്നും തന്നെ ഇല്ലാതെ നാച്ചുറൽ ആണ് കേട്ടോ. എന്താ ചെയ്യാൻ പോണ? ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് പകുതി എടുക്കും, പകുതി എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് ആക്കിയിട്ട് ഞാൻ കഴിക്കും. അത്രയുള്ള ഒരു പണി കാണിച്ചതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഇതാണോ? അപ്പം നാളെ ബാക്കി നമുക്ക് ഇപ്പൊ എന്ത് കഴിക്കണമെങ്കിലും വീഡിയോ പിടിക്കണം. നാളെ നമുക്ക് ജ്യൂസ് അടിക്കാം. ഇത് നമുക്കൊരു ഷേക്ക് തയ്യാറാക്കാം നാളെ. ഇന്നിപ്പോ സമയമില്ല, അപ്പൊ ഇത്രയും. ഇപ്പൊ നമുക്ക് ഇന്ന് ഇത് മുറിച്ച് കഴിക്കാം. ഓക്കെ, ചെറിയ പീസുകളാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പായ ശരിക്കും പറയണത് പപ്പായ, ഞങ്ങളുടെ ഇവിടെ പറയണത് കപ്പങ്ങ. അതല്ലേ ഞാൻ ആദ്യം പറയുന്നത് കപ്പങ്ങന്ന്. വഴക്കുണ്ടാക്കണം എന്തിനാ? അപ്പൊ ഇതേ കപ്പങ്ങ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. വയലോട്ടാണ് മധുരമുണ്ട് കേട്ടോ, നല്ല കട മധുരമുണ്ട്. എവിടെ കിടക്കാൻ വേണ്ടി പോയ ആളാണ്. രാത്രി പോയി പെട്ടെന്ന് വെളിപാടുണ്ടായ പോലെ ഓടിപ്പോയി പപ്പായ എടുത്തുകൊണ്ട് വന്ന് ഇത് മൊത്തം അടിച്ചിട്ടേ കിടക്കോളാം. രാത്രിത്തെ ഭക്ഷണമാണ്. ആ സൗന്ദര്യത്തിന്റെ രസം ഇതൊക്കെയാണ്. ഇനിയും വേണ്ട സാമ്പാർ ചൂടാക്കണുണ്ടായി. അപ്പൊ പറഞ്ഞ് കുറച്ച് സാമ്പാറും കൂട്ടി ഇത് ചോറും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇത് ഉണ്ട ആനവായിൽ അമ്പഴങ്ങ എന്നൊക്കെ പറയണ ഇതിനാണ് അല്ല അല്ലേ? ഓക്കെ ബൈ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.